കസര എന്താക്കി അത് സീറ്റ് ഔട്ട് കസര ഉണ്ടായി എടുത്തണ്ട് വന്ന് പൊന്നിച്ചെല്ലാം വന്ന് തയ്ക്കാണ് തലക്ക് തയ്ക്കാണ്ട് വന്നത് എനിക്ക്. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് എന്താക്കി കൈ തടുത്തതുകൊണ്ട് കൈ കുറച്ച് ചെറിയൊരു ക്രാച്ച് ആയി. ഇല്ലെങ്കിൽ തലക്ക് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്നലെ ഞാൻ സുപ്രഭാതം പത്രത്തിന്റെ ഓൺലൈൻ പേജിൽ വാർത്ത കണ്ടു. മൗലിദ് ഓതുന്ന ഒരു ഉസ്താദിനെ പള്ളിയിൽ കയറിയിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ളത്. ഇപ്പൊ ഇതാ റബീഉൽ അവ്വൽ മാസമാണ്, പല പള്ളികളിലും മഗ്‌രിബിന് ശേഷമൊക്കെ നിത്യവും മൗലിദ് ഓതാറുണ്ട്. അപ്പൊ അങ്ങനെ മൗലിദ് ഓതുമ്പോഴാണ് കാസർഗോഡ് ചെർക്കള ഭാഗത്ത് സുലൈമാൻ ഉസ്താദ് എന്ന് പേരുള്ള സുലൈമാൻ മുസ്ലിയാർ, 51 വയസ്സിന് പ്രായമായ ഒരു ഉസ്താദാണ്. ആ ഉസ്താദിനെ പള്ളിയിൽ കയറി ഒരു മുജാഹിദ് പ്രവർത്തകൻ കസേര എടുത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഉസ്താദ് തലക്കാണ് അടിച്ചത്. ഉസ്താദ് കൈകൊണ്ട് തടുത്തപ്പോൾ കൈയിന് ഭയങ്കര പരിക്കണന. ഉസ്താദ് ഹോസ്പിറ്റലിലായി. ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഈ ഒരു വാർത്ത നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സുപ്രഭാതം പത്രത്തിന്റെ ഓൺലൈൻ പേജിലാണ് ഈ വാർത്ത കണ്ടത്. മറ്റു പത്രങ്ങളിലൊന്നും ഞാൻ ഈ വാർത്ത കണ്ടിട്ടില്ല. എന്താ അതിന്റെ സംഭവം ഞാൻ അന്വേഷിച്ചു. ഒരു കേരളത്തിലൊക്കെ മിക്ക പള്ളികളിലും ഇങ്ങനെ റബീഉൽ അവ്വൽ ആകുമ്പോൾ മൗലിദ് ഓതലുണ്ട്. പക്ഷേ ഒരുപാട് മുജാഹിദുകാരും ഈ ഒരു മൗലിദിന് വിശ്വാസമില്ലാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇങ്ങനെ പള്ളിയിൽ കയറിയിട്ട് ഒരു ഉസ്താദിനെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവ വികാസങ്ങളൊന്നും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിങ്ങളോട് തന്നെ വിരോധമുള്ള ഏതെങ്കിലും സംഘികൾ പോലും ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനത്തിന്റെ പേരിൽ ഇങ്ങനെ ആക്രമണം നടത്തിയത് അറിയില്ല. അപ്പൊ എന്താ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് അന്വേഷിച്ചു. അപ്പൊ ഈ ഉസ്താദിന് സത്യത്തിൽ ഇങ്ങനെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നത് ശരിയാണ്, മുജാഹിദ് പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയിൽ നിന്ന് നടക്കുന്ന ഈ ഒരു മൗലിദ് മൈക്കയിൽ കൊടുത്തത്രേ. ഈ മൈക്ക്, അതായത് സാധാരണ ബോക്സിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ആ പള്ളിക്കുള്ളിലെ വിശ്വാസികൾ കേൾക്കാൻ വേണ്ടിയാണ് മൗലിദ് ഉണ്ടാവല്. ഇതിന് പകരം മൈക്കയിൽ കൊടുത്ത വിരോധത്തിനാണ് ഉസ്താദിനെ കയറി അടിച്ചത്. മൈക്കയിൽ കൊടുത്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അത് നാട്ടുകാർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് പകരം ഒരു ഉസ്താദിനെ വന്ന് പള്ളിയിൽ കയറി വന്ന് മർദ്ദിക്കാന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റല്ലേ. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ആദർശങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ തന്റെ ഓപ്പോസിറ്റുള്ള വിശ്വാസമുള്ള ഒരാളുകളെ കണ്ടാൽ കാർക്കിച്ചു തുപ്പ, ഓരെ കയറി മർദ്ദിക്കുക, ഇതാണോ ചെയ്യേണ്ടത്? തനിക്കത് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് നീങ്ങാം. അങ്ങനെ പള്ളിയിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഒരു പ്രശ്നമാണ്. ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ പോവുകയും ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ. അതിന് പകരം ഈ പള്ളിയിൽ ഉസ്താദിനെ അടിക്കുന്നത് മുജാഹിദ് പ്രവർത്തകർ പോലും ഇതിനോട് യോജിക്കില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന മുജാഹിദ് പ്രവർത്തകരായ വഹാബി ചിന്തയുള്ള, സലഫി ചിന്തയുള്ള നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ പറ, നിങ്ങൾ ഈ ചെയ്ത അതിക്രമം, ഈ നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്നുള്ളത്. ബോധം ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല, ഇത് ശരിയല്ല. ഈ വിഷയത്തിൽ ഉസ്താദിന് പറയാനുള്ളത് ഇതാണ്. ബോക്സിലാണ് ഓതേണ്ടത്, ബോക്സിൽ തന്നെ ഓതിക്കൊണ്ടായി. ഞാൻ ഇന്നലെ ബോക്സിൽ തന്നെ ഓതിയത്. പിന്നെന്താ കാര്യം, ഇന്ന് ബോക്സ് മൈക്കിന്റെ സ്വിച്ച് എടുക്കാണ്. എനിക്ക് എന്തായി, മൈക്കിന്റെ സ്വിച്ച് എടുക്കാൻ എനിക്കത് മറന്നുപോയി. അങ്ങനെ ഞാൻ എന്താക്കി, മൈക്ക് ബോക്സ് ഒന്നിച്ചിട്ടായിരുന്നു. അങ്ങനെ മൈക്കിൽ ഓതിക്കൊണ്ടാണ് വന്നിട്ട് എന്താക്കിയത്, വിജയരാവും നിന്നോട് മൈക്കിൽ ഓതാൻ പറഞ്ഞ് വന്നിട്ട് കസര എന്താക്കി സീറ്റ് ഔട്ട് കസര ഉണ്ടായി എടുത്തണ്ട് വന്നേ പൊന്നിച്ചെല്ലാം വന്നത് തയ്ക്കാണ് തലക്ക് തയ്ക്കാണ്ട് വന്നത് എനിക്ക്. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് എന്താക്കി കൈ തടുത്തതുകൊണ്ട് കൈ കുറച്ച് ചെറിയൊരു ക്രാച്ച് ആയി. ഇല്ലെങ്കിൽ തലക്കറ തയ്ക്കുന്നത് ഞാൻ ചെല്ലുന്നില്ല. ഇതറിയോ, താഴെ ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഞാൻ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ മൊയ്ത് തോന്നി, താഴെ നോക്കിയിട്ട് കിതാബ് നോക്കി മൊയ്ത് തോന്നി പോകുന്നുണ്ട്. അപ്പൊ ഒരു സൗണ്ട് ആക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വിത്ത് തയ്ക്കുന്നത്. ഇത് നോക്കുമ്പോൾ ഞാൻ തയ്ക്കാൻ വേറുമ്പോൾ ഞാൻ എന്താക്കിയത് കൈ തടുത്തത്. കാസർഗോഡുകാരായതുകൊണ്ട് തന്നെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാസർഗോഡുകാർക്ക് പ്രയാസം ഉണ്ടാവില്ല. ഉസ്താദ് പറയുന്ന ഒരു കാര്യം, ഒരു മുജാഹിദ് പ്രവർത്തകനാണ് ഇത് ചെയ്തത്. ഉസ്താദ് ഈ മൈക്കിൽ കൊടുക്കാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ്. KP ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരി ഒരു പ്രസ്താവന ഇറക്കുണ്ടായി, പള്ളികളിൽ നിന്നുള്ള മൗലിദാണെങ്കിലും മറ്റും മൈക്കയിൽ കൊടുത്തിട്ട് ഒരു പൊതുശല്യം ഉണ്ടാക്കണ്ട. അപ്പൊ ഇത്തരം മൗലിദുകൾ പോലെയുള്ള പരിപാടികൾ പള്ളിക്കുള്ളിൽ മാത്രമുള്ള വിശ്വാസികൾ വന്ന ആളുകൾക്ക് കേൾക്കാവുന്ന രീതിയിൽ കൊടുക്കലാണ് കുറച്ചും കൂടി ഉചിതം. പണ്ട് എങ്ങനെ നടന്നിരുന്നു എന്നുള്ളതല്ല, പണ്ട് അതൊന്നും ആൾക്ക് പ്രശ്നമില്ല. പണ്ട് ഇത്ര ശബ്ദ മലിനീകരണങ്ങളില്ല. ഇന്ന് ഇതിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തന്നെ ഹൈ ശബ്ദത്തിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു മൗലിദ് പാരായണം വേണ്ട എന്നുള്ളത് മുമ്പ് ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. പല പള്ളികളിലും ഇത്തരത്തിൽ മൗലിദ് ആഘോഷങ്ങൾ നടക്കലുണ്ടായി. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ പള്ളിയിൽ ഇങ്ങനെ മൈക്കേൽ മൗലിദ് ആഘോഷങ്ങൾ നടക്കലുണ്ട്, എല്ലാവരും കേൾപ്പിച്ചിട്ട്. പല നാടുകളിലൊക്കെ അത് ഭയങ്കര സന്തോഷമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം കേട്ടോ. മൗലിദിന്റെ ഇത് കേൾക്കുന്നത് തന്നെ വലിയൊരു ഹുബാണ്. മൗലിദ് കേട്ടല്ലോ, ഈ ഒരു മാസം ഭയങ്കര രസമാണല്ലോ. അപ്പൊ ഈ ഓണപരീക്ഷയൊക്കെ മറ്റും നടക്കുന്നതാണ്. ഇനി ഒരു ഓണപരീക്ഷ ഇല്ലെങ്കിലും
അങ്ങനെ ഒരു ശബ്ദ മലിനീകരണത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ പറയുന്നത്. ബോക്സിൽ കൊടുത്താൽ തന്നെ ആളുകൾ കൃത്യമായിട്ട് കേൾക്കും, അവിടെയുള്ള ആളുകൾക്ക്, അത് വന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയും. പിന്നെ അത്തരം മൗലിദ് ആഘോഷിക്കുന്ന ആളുകളാണെങ്കിൽ വീട്ടില് അവരതിന്റെ മക്കളും എല്ലാവരും കൂടി ഓതട്ടെ, അറബിയൊക്കെ ഓതാൻ അറിയുന്ന ആളുകളല്ലേ. അപ്പൊ ഇത് പള്ളിയിൽ കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രമായിരിക്കില്ല മൗലിദിനോടുള്ള ഒരു വിരോധം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മൗലിദ് ഓതുന്നതിനോടുള്ള ഒരു വിരോധം. അപ്പൊ അതിനൊരു ചെറിയ കാരണമാണ് എന്ത്, ഈ മൈക്കേൽ കേട്ടു എന്നുള്ളത്. മൈക്കേൽ അങ്ങോട്ട് കേട്ടു എന്ന് കണ്ടപ്പോ ആ മൗലിദ് വിരോധം അങ്ങോട്ട് എന്തായി, അങ്ങോട്ട് ആളി കത്തി, അപ്പൊ കയറി അടിച്ചു. എന്തായാലും ആ ഉസ്താദിന് അള്ളാഹു ശിഫ നൽകട്ടെ. നമുക്ക് ആശയപരമായിട്ട് വിയോജിപ്പുള്ള സംഗതിയാണെങ്കിൽ അവരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെന്നും അവർക്കും ഇവിടെ ജീവിക്കാനും വിശ്വസിക്കാനും ആദർശങ്ങൾ പ്രചരിപ്പിക്കാനും അത് കൊണ്ടു നടക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്, ഒരു മനസ്സാണ് ഏതൊരു മനുഷ്യനും വേണ്ടത്. അതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് ഒരു കാര്യം പറയേണ്ടായി, പ്രവാചക തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്റെ കയ്യിൽ അങ്ങനെ തിരുകേശമുണ്ട്, പിന്നെ എന്തോ പൊടിപടലങ്ങൾ, ഉമിനീര് കലക്കിയ വെള്ളം. ആ ഒരു വിഷയത്തിനെതിരെ ഇന്നലെ ബഹാവുദ്ദീൻ നബി ഉസ്താദ് എന്ന് പറയുന്ന ഇഖ്യ വിഭാഗത്തിലെ വളരെ വലിയൊരു പണ്ഡിതൻ മുഷാവറ അംഗത്തിന് ഒരു പ്രസ്താവന ഞാൻ കണ്ടു. പ്രസ്താവനയൊന്നല്ല, ഒരു വീഡിയോ റിപ്പോർട്ടർ ചാനലാണ് ഞാൻ കണ്ടത്. വളരെ ഗൗരവമായിട്ടാണ് ഉസ്താദിനെ എതിർക്കുന്നത്. 94 വയസ്സിലും പ്രായമായ സമയത്തും ഇത്തരം പച്ച കള്ളങ്ങൾ പറയുന്നു. പിന്നെന്താണ്, ഇതൊക്കെ നിബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുകയാണ്, പണം വാങ്ങലാണ് ഇവരുടെ ലക്ഷ്യം. ഈ ഒരു തിരുകേശം എന്നുള്ളത് ഒരു ഹക്കാണ്. തിരുകേശം വളരെ യാഥാർത്ഥ്യമാണ്, പവിത്രമാണ്. പക്ഷേ കാന്തപുരത്തിന്റെ കയ്യിലുള്ള ഈ തിരുകേശം വ്യാജമാണ്. ഈ തിരുകേശം കൊണ്ടുവന്ന കാലത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ് വിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? ഈ പറയുന്നത് ഏതെങ്കിലും മുജാഹിദ് നേതാവ് ഒന്നുമല്ല. ഇത് പറയുന്നത് ബഹാവുദ്ദീൻ നബി കൂരിയാട് എന്നുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ച വളരെ വലിയൊരു പണ്ഡിതനും ഇ.കെ. സമസ്തയിലെ ഒരു മുഷാവറ അംഗമാണ് ഈ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹസ്റജ് എന്ന് പേരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അത്ര ഈ മുടി കിട്ടിയത്. ഇങ്ങനെ തിരുകേശമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഒരു സനത് വേണം, ഒരു പരമ്പര, അത് ആരിൽ നിന്ന് കിട്ടിയെന്നില്ല. ആ പരമ്പര കൊണ്ടുവരാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞിട്ടില്ല. ഈ ഹസ്റജ് കുടുംബം തന്നെ ഇത്തരത്തിലുള്ള നീളമുള്ള പലജാതി മുടികൾ വിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിന് അസുല് തന്നെ ശരിയല്ല. ഇങ്ങനെ ഇതിനു മുൻപും ഈ ഒരു തിരുകേശ വിവാദം ഉണ്ടായ സമയത്തും ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് പരസ്യമായിട്ട് ബഹാവുദ്ദീൻ നബി കൂരിയാട് എന്നുള്ള വളരെ വലിയൊരു പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദിനെതിരെ ഈ ഒരു വാക്ക് പറഞ്ഞത്. റിപ്പോർട്ടർ ചാനലിലൊക്കെ ഒരു വലിയ വാർത്തയായിട്ട് വന്നിരുന്നു. ഇത് തിരുകേശമാണെന്നും അതിന് ബർക്കത്തുണ്ടെന്നും എന്നൊക്കെ 1/2 സെന്റിമീറ്റർ നീളമുണ്ടെന്നൊക്കെ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും കാന്തപുരം ഉസ്താദിന് അവകാശവും ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ അത് തള്ളാനും എതിർക്കാനും എവിടെയും സ്വാതന്ത്ര്യമുണ്ട്, ഇപ്പുറത്തും സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ പറഞ്ഞു കയറി അടിക്കലല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും അത് പറയാനും വിശ്വസിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് നിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ വകവെക്കുന്ന ഒരു നാടാണ്. അപ്പൊ ഇ.കെ. വിഭാഗത്തിന്റെ ആളുകൾ അതിന് നിഷേധിക്കുന്നുണ്ട്. ഓക്കെ, നിഷേധിച്ചോട്ടെ. മറുവിഭാഗം അത് ആഘോഷിക്കുന്നുണ്ട്, ആഘോഷിച്ചോട്ടെ. നമ്മുടെ നിലപാട് എന്താന്ന് വെച്ചാൽ ഹക്കായ ഒരു തിരുകേശമാണെങ്കിൽ നമ്മളത് പരിഹസിക്കുന്നതിന് കുറ്റക്കാരനാവും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ അതിനെ എന്താ പറയാ, നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ നിരാകരിക്കുകയോ അതിനെ പരിഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടുകാരനെ അല്ല എന്ന രീതിയിൽ മാറിക്കലാണ് ഇത്തരം വിവാദങ്ങളിലൊക്കെ നല്ലത്. ഇതൊന്നും ഒരു വിവാദമാക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ അത്രയും വിശ്വാസപരമായ കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങൾ പോലും അല്ല എന്നുള്ളതാണ്. നബിദിനം പ്രമാണിച്ച് ആളുകൾ പള്ളികളിലും മറ്റും മൗലിദ് ഓതുമ്പോൾ അതൊരു ശബ്ദ മലിനീകരണമാവാതിരിക്കുക എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ടത് സ്വയം മര്യാദയാണ്. നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന പല സ്വാതന്ത്ര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് കിട്ടുന്നത് കുറവാണ്. മനസ്സിലാക്കുക, മൗലിദിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ കൂടി ഉണ്ട്, ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പൊ മറ്റൊരാളെ അലോസരപ്പെടുന്ന രീതിയിലുള്ള മൗലിദ് ആഘോഷങ്ങളും മൗലിദ് മൈക്കേൽ കൊടുക്കുന്ന രീതികളൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നം. ഏതായാലും ആ ഉസ്താദിനെ മർദ്ദിച്ചതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയും. ഒരു മൗലിദിനോട് വിരോധമുള്ള ഒരു വഹാബി ചിന്തകനാണെങ്കിൽ കൂടി, ഒരു മുജാഹിദ് മുജാഹിദ് ചിന്താഗതിയുള്ള ഒരാളാണെങ്കിലും ഒരാളെ കയ്യേറ്റം ചെയ്യുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ ബോധമുള്ളവർ പറയുള്ളൂ. ഇപ്പൊ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ കയ്യേറ്റം ചെയ്ത് ശരിയാണോ? പിന്നെ അതൊരു മൈക്കേൽ കൊടുത്തത് കൊണ്ട് മാത്രമല്ല അടിച്ചത്. അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ചേതോവികാരം എന്താണ്? മൗലിദ് വിരോധമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ വിരോധമുണ്ടെങ്കിൽ ആ വിരോധം കയ്യാങ്കാലിലേക്ക് എത്തിക്കരുത്. ഇപ്പൊ കാന്തപുരം ഉസ്താദിന്റെ ഇഷ്ടം കാന്തപുരം ഉസ്താദ് പറഞ്ഞു, വിശ്വാസം പറഞ്ഞു, ബഹാവുദ്ദീൻ നബി ഉസ്താദ് മൂപ്പരുടെ വിശ്വാസങ്ങൾ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആദർശങ്ങളും ഉണ്ട്. ഇത്തരം വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കാതിരിക്കലാണ് ഉചിതം. അപ്പൊ ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു, ഹബീബായ നബി എത്ര തവണയാണോ ഉംറ നിർവഹിച്ചത്? അതിന് എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതി 4 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട ഒരു രാജാവിന്റെ പേരാണ് നജ്ജാഷി രാജാവ്. ഈ നജ്ജാഷി രാജാവിന്റെ അരികിലേക്ക് ഒരു കൂട്ടം വിശ്വാസികൾ ചെല്ലുകയും ക്രിസ്ത്യാനിയായ ഈ രാജാവ് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങളൊക്കെ കാണാം. ഒടുവിൽ ഈ രാജാവ് മരണപ്പെട്ടപ്പോൾ അതറിഞ്ഞ ഹബീബായ നബി ഒരിക്കൽ പോലും നജ്ജാഷി രാജാവിനെ നബി കണ്ടിട്ടില്ല. എന്നിട്ടും നബി അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുക പോലും ഉണ്ടായി. ഈ രാജാവ് ഏത് രാജ്യത്തെ രാജാവാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2 ക്ലൂ തരാം.
ഒന്ന് എത്യോപ്യ, രണ്ട് ഈജിപ്ത്. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.